കൊല്ലം അഞ്ചൽ കൂട്ടക്കൊലപാതകത്തിന്റെ രഹസ്യങ്ങൾ 18 വർഷങ്ങൾക്ക് ശേഷം ചുരുളഴിയുന്നു. അഞ്ചൽ ഏറം ഗ്രാമത്തെ നടുക്കിയ പൈശാചികമായ ഈ കൊലപാതകം നടന്നിട്ട് 18 വർഷം പിന്നിടുമ്പോഴാണ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2008 പോണ്ടിച്ചേരിയിലെത്തിയ പ്രതികളെ കഴിഞ്ഞ ദിവസമാണ് CBI പിടികൂടിയത്. രണ്ടാം പ്രതിയായ കണ്ണൂർ സ്വദേശി രാജേഷാണ് രഞ്ജിനിയെയും ഇരട്ടക്കുട്ടികളെയും കഴുത്തറുത്ത് കൊന്നതെന്ന് ഒന്നാം പ്രതി ദിപിൽ കുമാർ മൊഴി നൽകി. ഇതിൻ്റെ പ്രതികളെ കണ്ടെത്തിയിട്ടും അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തതിൽ നാട്ടുകാരിൽ അന്ന് വലിയധികം പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. സൈനികരായ ഇരുവരും ചേർന്നാണ് രഞ്ജിനിയെ കൊലപ്പെടുത്തിയത്. രഞ്ജിനിയെയും കുഞ്ഞുങ്ങളെയും ഇല്ലാതാക്കണമെന്ന് നിർദ്ദേശിച്ചത് രാജേഷാണെന്ന് മൊഴിയിലുണ്ട്. ആഴ്ചകൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് 2006 ഫെബ്രുവരിയിൽ കൊല്ലം അഞ്ചൽ സ്വദേശിനി രഞ്ജിനിയെയും 17 ദിവസം മാത്രം പ്രായമുള്ള ഇരട്ടക്കുട്ടികളെയും കൊലപ്പെടുത്തിയതെന്നാണ് CBIയുടെ കണ്ടെത്തൽ. അപ്പോൾ നാട്ടുകാർ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നടത്തുകയും അതിനുശേഷം ഈ രഞ്ജിനിയുടെ മാതാവ് ശാന്തമ്മ കേരള മുഖ്യമന്ത്രിക്ക് ഇത് CBIയെ കൊണ്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിവേദനം നൽകുകയും അതേ തുടർന്ന് CBI കേസന്വേഷണം ഏറ്റെടുക്കുകയാണ്. 24 വയസ്സുണ്ടായിരുന്ന അവിവാഹിതയായ രഞ്ജിനിയും ഒന്നാം പ്രതി ദിപിൽ കുമാറും അടുപ്പത്തിലായിരുന്നു. ഗർഭിണിയായ രഞ്ജിനിയെ സ്വീകരിക്കാൻ ഇയാൾ തയ്യാറായില്ല. 2010 കൂടിയായിരുന്നു ഈ കേസന്വേഷണം CBI ഏറ്റെടുത്തത്. ഗർഭം ആളസിപ്പിക്കാൻ പറഞ്ഞെങ്കിലും രഞ്ജിനി ഇത് ചെവിക്കൊണ്ടില്ല. പഞ്ചാബിലെ പത്താൻകോട്ടിൽ സൈനികരായിരുന്ന ദിപിൽ കുമാർ ഇക്കാര്യം സുഹൃത്തായ രാജേഷിനോട് പറഞ്ഞു. രഞ്ജിനിയെ ഇല്ലാതാക്കാൻ രാജേഷ് തന്നെയാണ് ഉപദേശിച്ചത്. സഹായിക്കാമെന്നും സമ്മതിച്ചു. അങ്ങനെ 2006 ജനുവരിയിൽ കൊല്ലത്തെത്തി. തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ വെച്ച് രാജേഷ് രഞ്ജിനിയുടെ കുടുംബവുമായി അടുപ്പമുണ്ടാക്കി. CBI അന്വേഷിച്ചിട്ടും ഇവർ ഉത്തരേന്ത്യയിലെല്ലാം ഇങ്ങനെ സ്വൈര്യവികാരത്തോടു കൂടി ജീവിക്കുകയാണെന്ന് പല തലത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും പ്രതികൾ അറസ്റ്റ് ചെയ്യാൻ വളരെ വൈകിയാണെങ്കിലും അറസ്റ്റ് ചെയ്തതിൽ വളരെയധികം സന്തോഷം ഉണ്ട് പ്രദേശവാസികൾക്ക്. ഫെബ്രുവരിയിൽ രഞ്ജിനി ഇരട്ട പെൺകുട്ടികളെ പ്രസവിച്ചതോടെ മൂവരെയും കൊലപ്പെടുത്താനായിരുന്നു തീരുമാനം. സംഭവ ദിവസം രാജേഷ് വീട്ടിലെത്തി. മറ്റാരുമില്ലാതിരുന്ന സമയം നോക്കി രഞ്ജിനിയെയും 17 ദിവസം മാത്രം പ്രായമുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ഇവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുന്ന തരത്തിൽ ഈ കേസ് മാറും എന്നുള്ളതിൽ സംശയമില്ല. കൃത്യം നടന്ന അതേ ദിവസം തന്നെ ഒന്നാം പ്രതി ദിപിൽ കുമാർ പത്താൻകോട്ടിൽ തിരികെ എത്തി ജോലിയിൽ പ്രവേശിച്ചു. അന്വേഷണം വന്നാലും പിടിക്കപ്പെടാതിരിക്കാനായിരുന്നു ഇത്. എന്നാൽ കേരള പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചതോടെ ദിപിൽ കുമാറും രാജേഷും മുങ്ങി. ഇത് വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ നാട്ടുകാർക്കും ഇതിൽ നല്ല സന്തോഷമുണ്ട്. ഇത് ഏറ്റവും അത്യാവശ്യം ഒരു കാര്യമാണ് പിടിച്ചത്. ഇനി മേലിൽ ഇത് സത്യം പറയാമെങ്കിൽ നാട്ടുകാരെല്ലാം ഇത് കസ്റ്റഡിയിലൂടെ കിട്ടുകയെന്നുണ്ടെങ്കിൽ നാട്ടുകാർ തന്നെ തല്ലി കൊല്ലും. ആ ഒരു ഏർപ്പാടിൽ ഇത് ചെയ്തു വെച്ചേക്കുന്നത്. ആദ്യ 2 വർഷം കയ്യിലുണ്ടായിരുന്ന പണം കൊണ്ട് രാജ്യം മുഴുവൻ കറങ്ങി. 2008 പോണ്ടിച്ചേരിയിലെത്തി മുമ്പ് പഠിച്ച ഇന്റീരിയർ ഡിസൈനിങ് ജോലികൾ തുടങ്ങി. പേരും രൂപവും മാറ്റി അവിടെ തന്നെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുമ്പോഴാണ് CBIയുടെ പിടിവീണത്. കാരണം നമുക്ക് ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഇതൊരു നല്ലൊരു കാര്യം തന്നെ. CBIക്ക് നല്ലൊരു ഇത് കിട്ടിയിരിക്കുന്നത്. അത് കുഴപ്പമില്ല. പോണ്ടിച്ചേരിയിൽ വിഷ്ണു എന്നും പ്രദീപ് എന്നുള്ള പേരുകളിലാണ് ഇരുവരും കഴിഞ്ഞിരുന്നത്. പോണ്ടിച്ചേരി സ്വദേശിനിയെ വിവാഹം കഴിച്ചതോടെ പിടിക്കപ്പെടില്ലെന്ന് കരുതിയിരുന്നെന്നും പ്രതികൾ പറഞ്ഞു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം അടുത്ത ദിവസം തന്നെ അപേക്ഷ നൽകും. ന്യൂസ് കേരളം 24.